ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് പെറ്റ് ആനിമൽസിനെ കുറിച്ച് പഠിക്കാം. എന്താണ് പെറ്റ് ആനിമൽസ് കൂട്ടുകാരെ? മനുഷ്യർ അവരുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു കൂട്ടിന് വേണ്ടി ഇണക്കി വളർത്തുന്ന മൃഗങ്ങളാണ് പെറ്റ് ആനിമൽസ്. ഡോഗ്, നായ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പെറ്റ് ആനിമലായി വളർത്തുന്ന മൃഗങ്ങളിൽ ഒന്നാണ് നായ, ഡോഗ്. അവർ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. അതുപോലെ തന്നെ വളരെ ലോയൽ ആയിട്ടുള്ള ഒരു ആനിമലുമാണ് നായ. ഡോഗ്, നായ. ക്യാറ്റ്, പൂച്ച. ക്യാറ്റുകളുടെ നോസ് പ്രിന്റ് നമ്മളുടെ ഫിംഗർ പ്രിന്റ് പോലെ യുണീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ പൂച്ചകൾക്ക് മധുരം ടേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പാരറ്റ്, തത്ത. പാരറ്റ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ബേർഡാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ ശബ്ദമൊക്കെ അനുകരിക്കാനായിട്ട് പാരറ്റുകൾക്ക് വളരെ നല്ല കഴിവുണ്ട്. ഒരു പാരറ്റ് 80 മുതൽ 100 വർഷം വരെ ജീവിക്കും. ഫിഷ്, മീൻ. ഏറ്റവും കൂടുതൽ പെറ്റ് ആനിമലായി കാണപ്പെടുന്ന മറ്റൊരു ജീവിയാണ് ഫിഷ്. ഫിഷുകൾ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഫ്രഷ് വാട്ടർ ഫിഷ് ഉണ്ട്, സോൾട്ട് വാട്ടർ ഫിഷ് ഉണ്ട്, അല്ലേ? അതേപോലെ തന്നെ ചെറിയ മീനുകളുണ്ട്, വലിയ മീനുകളുണ്ട്. ഫിഷുകളെ നമ്മൾ എവിടെയാണ് വളർത്തുന്നത് കൂട്ടുകാരെ? അക്വേറിയത്തിൽ. അക്വേറിയം. ഫിഷ്. റാബിറ്റ്, മുയൽ. പെറ്റ് ആനിമലായി മനുഷ്യർ വളർത്തുന്ന മറ്റൊരു ജീവിയാണ് റാബിറ്റ്, മുയൽ. ടോർട്ടോയിസ്, ആമ. ആമകളെയും മനുഷ്യർ പെറ്റ് ആനിമലായി വളർത്താറുണ്ട്. ആമകൾക്ക് 150 വർഷം വരെ ജീവിക്കാൻ കഴിയും. ഹോഴ്സ്, കുതിര. കുതിരയും മനുഷ്യർ പെറ്റ് ആനിമലായി ഇണക്കി വളർത്തുന്ന ഒരു മൃഗമാണ്. ഫാം ആനിമലായും കുതിരയെ ഉപയോഗിക്കാറുണ്ട്. കുതിരയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണ് കൂട്ടുകാരെ? കുതിരയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഉറങ്ങാൻ കഴിയും. ഹാംസ്റ്ററും മനുഷ്യർ പെറ്റ് ആനിമലായി വളർത്തുന്ന ഒരു ജീവിയാണ്. ഹാംസ്റ്ററുകൾക്ക് രാത്രിയിൽ വളരെ വേഗത്തിൽ ഓടാൻ കഴിയും. അതുപോലെ തന്നെ അവയ്ക്ക് ഫുഡ് അവയുടെ ചീക്കിൽ പൗച്ച് പോലെ ഒരു ഇതുണ്ട്, അതിൽ സ്റ്റോർ ചെയ്യാനായിട്ടും കഴിയും. മക്കാവ് പാരറ്റിന്റെ ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. കൂടുതലും സെൻട്രൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബേർഡാണ് മക്കാവ്.